വെൽക്കം ബാക്ക് ടു ലേണിനോ. നമുക്കിന്ന് സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റേഷൻസ് ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിലെ ഇൻഡോർ സബ്സ്റ്റേഷൻ, ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ, അതുപോലെയുള്ള ഒരുപാട് ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എന്തൊക്കെ ടൈപ്പ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Question number 1. The substation which charge the voltage level of electric supply are called. അതായത് എന്താ ചോദിച്ചിട്ടുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ ആണ്, വിച്ച് ചാർജ് ദ വോൾട്ടേജ് ലെവൽ അല്ലേ, വോൾട്ടേജ് ലെവൽ ഓഫ് ഇലക്ട്രിക് സപ്ലൈ, അതിനെ എന്ത് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ, ഓപ്ഷൻ ബി സ്വിച്ചിങ് സബ്സ്റ്റേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ, ഓപ്ഷൻ ഡി ഫ്രീക്വൻസി ചാർജർ സബ്സ്റ്റേഷൻ. അപ്പോൾ അതെന്താണ്, ഏത് സബ്സ്റ്റേഷൻ ആണ് ചാർജ് ദ വോൾട്ടേജ് ലെവൽ ഓഫ് ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുന്നത്? അത് നമ്മുടെ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ ആണ്. ഏതാണത്? ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റേഷനെ അനുസരിച്ചിട്ട്, അതായത് അക്കോർഡിംഗ് ടു ദ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ്, ഹൈ വോൾട്ടേജ് ഉണ്ട്, അതുപോലെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, അൾട്രാ ഹൈ വോൾട്ടേജ്, അതായത് നമ്മുടെ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ കൺസിഡർ ചെയ്തിട്ടാണ് അല്ലേ. അതായത് ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിയർലി എത്രയാണ്, 11 kV to 66 kV ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു വോൾട്ടേജ് റേഞ്ച് എത്രയാണ്, 132 to 400 kV ആണ്. അൾട്രാ ഹൈ വോൾട്ടേജ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അത് എത്രയാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എബോവ് 400 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് എന്താണ്, എബോവ് 400 ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ ആണ്, വോൾട്ടേജ് ലെവൽ അനുസരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. പിന്നെ എന്താണ് അടുത്തത്, ഇൻഡോർ സബ്സ്റ്റേഷൻ അല്ലേ. ഇൻഡോർ സബ്സ്റ്റേഷൻ പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റേഷന് ഒരു ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബിൽഡിങ്ങിന് അകത്ത് തന്നെ അതിൽ ഓരോ അപ്പാരറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡോർ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് വന്നിട്ട്, അതായത് വോൾട്ടേജ് എത്ര പവർ, ആ ഒരു കപ്പാസിറ്റി, അതിൻ്റെ റേഞ്ച് വന്നിട്ട് എത്രയാണ്, 11 kV. കാരണം എന്താണ്, നമുക്ക് ഇൻഡോർ ആണ്, അവിടെ എന്താണ് സ്പേസ് റിക്വയർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് അല്ലേ. അതുകൂടാതെ എന്താണ്, ഇറ്റ് ആൾസോ ക്യാൻ ബി എക്സ്ക്രീറ്റഡ് അപ് ടു ഏത് വരെ വരാം, 11 kV to 66 kV വരാം, അത്രയും വരാമെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇത്. 11 kV to 66 kV ആ ഒരു റേഞ്ച്. ഞാൻ ഔട്ട്ഡോർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതായത് ഔട്ട്ഡോറിന് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമുക്കറിയാം. അതായത് പോൾ മൗണ്ടഡും അതുപോലെ എന്താണ് ഫൗണ്ടേഷൻ മൗണ്ടഡ് ടൈപ്പൊക്കെ എന്തിൻ്റെയാണ്, ഔട്ട്ഡോർ സബ്സ്റ്റേഷനകത്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പോൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതായത് വെളിയിൽ നമ്മൾ കാണുന്നതൊക്കെ, അതായത് 4 പോൾ സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൗണ്ടേഷൻ മോഡ് ടൈപ്പ് സബ്സ്റ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് വന്നിട്ട്, പവർ റേഞ്ച് വന്നിട്ട് എബൌട്ട് 250 kVA to 333 kV ആ ഒരു റേഞ്ചൊക്കെ ആണെന്ന് അറിയാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ അല്ലേ ഇതിനകത്ത് തന്നെ, അതായത് ഈ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനകത്ത് തന്നെ വരുന്നതൊക്കെയാണ് ഇതൊക്കെ. അതുകൂടാതെ എന്താണ്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ് സബ്സ്റ്റേഷൻ ഉണ്ട്. അതും എന്താണ്, ദി സബ്സ്റ്റേഷൻസ് ആർ പ്ലേസ്ഡ് അറ്റ് വേരിയസ് പോയിന്റ് ഇൻ എൻ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ ക്യാൻ ചേഞ്ച് ദ എന്താണ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഓർ ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് ഫ്രം വൺ വോൾട്ടേജ് ലെവൽ ടു അനദർ വോൾട്ടേജ് ലെവൽ ആണെന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ചേഞ്ച് ദ വോൾട്ടേജ് ലെവൽ ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് അത് ഏത് ടൈപ്പ് ഓഫ് സബ്സ്റ്റേഷൻ തന്നെയാണ്, നമ്മുടെ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. Question number 2. The indoor substation for electricity distribution is generally preferred for voltage up to dash. For above this voltage outdoor switchgear is preferred എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഇൻഡോർ സബ്സ്റ്റേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ എത്ര വോൾട്ടേജ് വരെ പ്രിഫർ ചെയ്യാം, ജനറലായിട്ട് എത്ര വോൾട്ടേജ് വരെയാണെന്നാണ്. ഓപ്ഷൻ എ 33 kV, ഓപ്ഷൻ ബി 6.6 kV, ഓപ്ഷൻ സി 3.3 kV, ഓപ്ഷൻ ഡി 11 kV. അപ്പോൾ ഏത് ലെവലാണ് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷൻ, ലോ വോൾട്ടേജ് സബ്സ്റ്റേഷൻ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും വോൾട്ടേജ് ലെവൽ നമ്മൾ നന്നായി നോക്കി വയ്ക്കണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് എത്രയാണ് നോക്കി, അത് 33 kV ആണ്. എന്താണ് അതിൻ്റെ റേഞ്ച് വന്നിട്ട് എത്രയാണത്, 33 kV ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇൻഡോർ സ്വിച്ച് ഗിയർ അല്ലെങ്കിൽ ഇൻഡോർ സബ്സ്റ്റേഷനിലത് വോൾട്ടേജ് അപ് ടു എത്രയാണ്, 11 kV ആണ്. എക്യുപ്മെൻറ്റ് അല്ലേ, വോൾട്ടേജിൻ്റെ ലെവൽ അപ് ടു എത്രയാണ് നോക്കിയാൽ, വോൾട്ടേജ് ലെവൽ അപ് ടു 11 kV പറയാം. അതുപോലെ ആ ഓരോ എക്യുപ്മെൻറ്റിലും അല്ലേ എങ്ങനെയാണ്, ഇൻഡോർ ഉള്ളിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ആ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ.
അതുപോലെ പിന്നെ അറ്റ്മോസ്ഫിയർ കണ്ടാമിനേറ്റഡ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ഇമ്പ്യൂരിറ്റീസുമായിട്ടൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഗിയർ ക്യാൻ ബി എറക്റ്റഡ് ഫോർ വോൾട്ടേജ് ഏത് റേഞ്ച് വരെയാണ്. ഓക്കെ, അതിൽ പ്രത്യേകം ക്വസ്റ്റ്യനിൽ തന്നെ പറയേണ്ടത് ഫോർ എബോവ് ദിസ് വോൾട്ടേജ് ഔട്ട്ഡോർ സ്വിച്ച് ഗിയർ ഈസ് പ്രിഫേർഡ് ആണെങ്കിൽ അത് എത്രയാണ്, സ്വിച്ച് ഗിയറിൽ നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് എത്രയാണ്, 33 kV ആണ്. നോർമലി ചോദിക്കുകയാണെങ്കിൽ അത് അപ് ടു എത്രയാണ്, 11 kV ആണ് കേട്ടോ. അത് സ്പെസിഫൈ ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയേണ്ടത്, അത് 33 kV സ്വിച്ച് ഗിയർ അല്ലേ, ഔട്ട്ഡോർ സ്വിച്ച് ഗിയർ ഈസ് പ്രിഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സ്പെസിഫിക്കേഷൻ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയാനത്, അത് 33 kV ആണ്. നോർമൽ കേസ് ആണെങ്കിൽ നമുക്ക് 11 kV ഓർത്ത് വെക്കണം, കണ്ടോ, കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ ഔട്ട്ഡോർ സ്വിച്ച് ഗിയർ ആണെങ്കിൽ അതിൻ്റെ എന്താണ് വോൾട്ടേജ് ബിയോണ്ട് 33 kV അല്ലെങ്കിൽ എന്താണ് 66 kV ആണ്. ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്, 33 kV അല്ലെങ്കിൽ എന്താണ് 66 kV ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, Question number 3. Why is grounding important in the design of a substation? നമ്മൾ സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഗ്രൗണ്ട് ചെയ്യാറുണ്ട് അല്ലേ, അത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ്. ഓപ്ഷൻ എ ടു എൻഷുർ റൂം ഫോർ എക്സ്പാൻഷൻ ഡ്യൂ ടു ലോഡ് ഗ്രോത്ത്. ഓപ്ഷൻ ബി ടു പ്രൊട്ടക്ട് പാസേഴ്സ് by during a short circuit in the transmission system. Option C to protect against environmental effect. Option D to facilitate access for maintenance. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്രൗണ്ടിങ് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത്, എന്തിനാണത്, ടു പ്രൊട്ടക്ട് പാസേഴ്സ് ബൈ ഡ്യൂറിങ് എ ഷോർട്ട് സർക്യൂട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് പാസേഴ്സ് ബൈ ഡ്യൂറിങ് ദ ഷോർട്ട് സർക്യൂട്ട്. അതാണ് അതിൻ്റെ പ്രൈമറി റീസൺ. ഒരു സബ്സ്റ്റേഷനകത്ത് എന്താണ് നമ്മൾ പ്രൈമറി റീസൺ, ഗ്രൗണ്ടിങ്ങിൻ്റെ പ്രൈമറി റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് പാസേഴ്സ് ബൈ ഡ്യൂറിങ് എ ഷോർട്ട് സർക്യൂട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് ഗ്രൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്താണ് സേഫ്റ്റി ആക്കി വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒരു ഫോൾട്ടോ എന്തെങ്കിലും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രോപ്പർ ഗ്രൗണ്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് എക്സസീവ് ഫോൾട്ട് കറണ്ട് ഒന്നും ഇങ്ങോട്ട് കൊടുക്കും, ഗ്രൗണ്ടിലേക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ ഷോക്കും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ഡാമേജിനൊക്കെ അതെന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും, അറിയാലോ. Question number 4. Which of the following statement is incorrect? താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തതെന്നാണ്. ഓപ്ഷൻ എ future extension is easy for outdoor substation. Option B outdoor substation require less time for erection. Option C outdoor substation require more spaces compared to indoor substation. Option D the cost of outdoor substation is higher than indoor substation. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്, അതായത് കോസ്റ്റ് ഓഫ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഈസ് ഹയർ ദാൻ ഇൻഡോർ സബ്സ്റ്റേഷൻ. ഇൻഡോർ സബ്സ്റ്റേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താണ്, അത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നോക്കിയേ, ഇൻഡോർ സബ്സ്റ്റേഷനും ഔട്ട്ഡോർ സബ്സ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ഡോർ എടുക്കുകയാണെങ്കിൽ എന്താണ് സബ്സ്റ്റേഷൻ വിച്ച് ഇൻസ്റ്റാൾ ഫോർ ഹൈ വോൾട്ടേജ് റിക്വയർമെൻറ്റ് അല്ലേ, ഹൈ വോൾട്ടേജ് റിക്വയർമെൻ്റ് അല്ലേ ഔട്ട്ഡോറിൽ കാണുന്നത്. അതായത് അതിൽ കൺസ്ട്രക്ഷൻ നിറയെ സ്പേസ് വേണം, അതുപോലെ നിറയെ മെറ്റീരിയൽസ് വേണം, കൺസ്ട്രക്ഷൻസ് ഒക്കെ വളരെ വലുതായിരിക്കും. അതുപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് എന്നാണ് പറയുന്നത്. ദി സബ്സ്റ്റേഷൻ ഇൻസ്റ്റാൾ ബിയോണ്ട് എങ്ങനെയാണ് 66 kV വോൾട്ടേജ് ലെവലൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിറയെ സ്പേസ് വേണം എന്തിൻ്റെ, ഔട്ട്ഡോറിൽ നമ്മൾ കാണുന്ന സബ്സ്റ്റേഷന് പുറത്തൊക്കെ അല്ലേ, നിറയെ സ്പേസ് വേണം, നിറയെ എക്യുപ്മെൻറ്റ്സ് വേണം, അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫോൾട്ടി എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള നിറയെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് ഇൻഡോർ സബ്സ്റ്റേഷൻ എടുക്കുമ്പോൾ എന്താണ്, അത് ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിനകത്താണ്. അപ്പോൾ ലോ വോൾട്ടേജ് റിക്വയർമെൻറ്റിനാണ് നമ്മൾ സാധാരണ എന്താണ് ഈ ഇൻഡോർ സബ്സ്റ്റേഷൻ പ്ലേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്താണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ചെയ്യാൻ തന്നെ, പക്ഷെ എന്താണ് വോൾട്ടേജ് ലെവൽ നോക്കിയേ അപ് ടു 66 kV വോൾട്ടേജ് ലെവൽ തന്നെയാണ് എന്താണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനൊന്നും പറ്റില്ല ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ അതുപോലെ തന്നെ. അതുപോലെ കൂടാതെ എന്താണ് കുറച്ച് സ്പേസ് മതി, അപ്പോൾ ഫാൾട്ട് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ്റനൻസ് എന്താണ് വളരെ കൂടുതലാണ് ഇതിൻ്റെ കേസിൽ ഇൻഡോർ സബ്സ്റ്റേഷൻ കമ്പയർ ടു ഔട്ട്ഡോർ സബ്സ്റ്റേഷനിൽ. പിന്നെന്താണ് അത് എക്യുപ്മെൻറ്റ് ഓഫ് ഇൻഡോർ സബ്സ്റ്റേഷൻ കനോട്ട് ഈസിലി റിപ്പയർ, പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യാനോ അതുപോലെ നമ്മുടെ ഔട്ട്ഡോർ പോലെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനൊന്നും എന്തിനകത്ത് പറ്റില്ല, ഇൻഡോർ സബ്സ്റ്റേഷനകത്ത് പറ്റില്ല. അതുപോലെ എന്താണ് മച്ച് സേഫിയർ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി പോയാലാണ് നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.
Question number 5. Pole mounting substation are also known as, നമ്മൾ പഠിച്ചു അല്ലേ, 2 ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതേതാണ്? ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നമ്മളുടെ എന്താണ് ഈ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ ഈസ് ആൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ, ഓപ്ഷൻ ബി ഇൻഡോർ സബ്സ്റ്റേഷൻ, ഓപ്ഷൻ സി ഓപ്പൺ ടൈപ്പ്, ഓപ്ഷൻ ഡി ബേസ്മെൻറ്റ് ടൈപ്പ്. അത് എന്ത് ടൈപ്പാണ്? പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ ആണ് അല്ലേ. അതൊരു ഔട്ട്ഡോർ ടൈപ്പ് സബ്സ്റ്റേഷൻ ആണ്. ഔട്ട്ഡോറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് അത് പോൾ മൗണ്ടഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വോൾട്ടേജ് റേഞ്ചിങ് ഒക്കെ ഏകദേശം നോക്കിയേ, ദിസ് ഈസ് ആൻ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ വിത്ത് എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾഡ് ഓവർ എച്ച് പോൾ അല്ലെങ്കിൽ എന്താണ് 4 പോൾ സ്ട്രക്ചറിലാണ്. ചീപ്പസ്റ്റ് ആണ് അല്ലേ സബ്സ്റ്റേഷൻ. അതായത് വോൾട്ടേജ് നോട്ട് എക്സീഡിങ് എങ്ങനെയായിരിക്കണം ആ ഒരു റേഞ്ച് വന്നിട്ട് 11 kV ആ ഒരു റേഞ്ച്, നോട്ട് എക്സീഡിങ് 11 kV ഓർ 33 kV. അതിനെന്താണ് ഇലക്ട്രിക് പവർ ഈസ് ആൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലൊക്കാലിറ്റീസ് ത്രൂ സച്ച് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതായത് ഇൻഡോർ ആണെങ്കിലും അതിൻ്റെ വോൾട്ടേജ് ലെവൽ നോക്കുക, അതുപോലെ ഔട്ട്ഡോറിൻ്റെ കേസിൽ 2 ക്ലാസിഫിക്കേഷൻസ് നോക്കുക. പിന്നെ എന്താണ് അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻ ഉണ്ട് അല്ലേ. അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ് എല്ലാ ടോപ്പിക്സും ഇതിനകത്ത്. Question number 6. The structure of pole mounted substation is of. എങ്ങനെയാണ് ഒരു പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഐ ടൈപ്പ്, ഓപ്ഷൻ ബി ടി ടൈപ്പ്, ഓപ്ഷൻ സി എ ടൈപ്പ്, ഓപ്ഷൻ ഡി എച്ച് ടൈപ്പ്. അപ്പോൾ അത് ഏത് ടൈപ്പാണ്? പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എച്ച് ടൈപ്പ് സബ്സ്റ്റേഷൻ ആണ്. അതേതാണ്? ഓപ്ഷൻ ഡി എച്ച് ടൈപ്പ് സബ്സ്റ്റേഷൻ ആണ് ഇതിൻ്റെ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അതൊരു ഔട്ട്ഡോർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഔട്ട്ഡോർ സ്റ്റെപ്പ് ഡൗൺ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ആണ്. പിന്നെ എന്താണ്? ചീപ്പസ്റ്റ് ആണ്, സ്മാൾ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ബിൽഡിംഗ് വർക്ക്സ് ഒന്നും അതിൽ ആവശ്യമില്ല. പിന്നെ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്? എച്ച് ടൈപ്പ് പോൾ അല്ലെങ്കിൽ എന്താണ് 4 പോൾ സ്ട്രക്ചറിലുള്ള 4 പോൾ വെച്ചിട്ടുണ്ടാകും, അതിൻ്റെ നടുവിലാണ് എന്താണ് ട്രാൻസ്ഫോമർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലേ. പിന്നെ എന്താണ്? ഇലക്ട്രിക്കൽ പവർ സപ്ലൈ കം ഔട്ട് ഇൻ ടു അവർ ഹൗസ് മോസ്റ്റ്ലി ഫ്രം ദ പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് ടൈപ്പ് ആണെന്ന് അറിഞ്ഞിരിക്കുക. Question number 7. Single bus bar arrangement in substation is used for voltage is less than. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു സബ്സ്റ്റേഷനകത്ത് നമുക്കറിയാം ബസ് ബാർ ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് തന്നെ നമുക്കറിയാം, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, ബസ് ബാർ, അതുപോലെ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഒരു സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റ് ഇൻ സബ്സ്റ്റേഷൻ, എന്തിനാണ് സബ്സ്റ്റേഷനകത്ത് ഒരു സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റ്, അത് ഏത് വോൾട്ടേജ്, എത്ര വോൾട്ടേജ് ലെവൽ, ലെസ് ദാൻ ഏത് റേഞ്ച് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 11 kV, ഓപ്ഷൻ ബി 33 kV, ഓപ്ഷൻ സി 132 kV, ഓപ്ഷൻ ഡി 220 kV. അത് എത്രയാണ്? 33 kV ആണ്. എത്രയാണത്? 33 kV ആണ്. അപ്പോൾ എത്രയാണ്? അപ് ടു 33 kV ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നോക്കിയേ, ഒരു സിംഗിൾ ബസ് ബാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തൊരു സിംഗിൾ ബസ് ബാറും അതുപോലെ ആൾ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ലൈൻസും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ പവർ വരുന്നത് അല്ലേ, റിസീവ് ചെയ്യുന്നത് ഇൻകമ്മിങ് കണക്ഷൻസും ഉണ്ടാവും. അതിനകത്ത് എന്തുണ്ടാവും? സിംഗിൾ ബസ് ബാർ കണക്ഷൻ പറഞ്ഞാൽ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് ലൈൻസ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന് മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലോ കോസ്റ്റ് വളരെ കുറവാണ്, മെയിൻ്റെനൻസ് കുറവാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ മെയിൻ പ്രിൻസിപ്പൽ ഡിസഡ്വാൻറ്റേജസ് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റിപ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, ആ ബസ്സിന് റിപ്പയർ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്താണ് ഇൻട്രപ്ഷൻ ഉണ്ടാവും. കംപ്ലീറ്റ് ഇൻട്രപ്ഷൻ അതിനകത്ത് നടക്കും. കാരണം ഒറ്റ ബസ്സല്ലേ, അതിൽ കൂടെയല്ലേ എന്താണ് നമ്മുടെ ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ടോട്ടൽ ഇൻട്രപ്ഷൻ ഉണ്ടാവും അവിടെ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ എന്താണ് നമ്മൾ എന്താണ് അപ് ടു, അതായത് വോൾട്ടേജ് എന്താണ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ വോൾട്ടേജ് എക്സീഡിങ് 33 kV റേഞ്ചിലുള്ളതൊന്നും യൂസ് ചെയ്യില്ല. അതായത് ഇൻഡോർ 11 kV സബ്സ്റ്റേഷൻ ഓഫൺ യൂസിങ്, എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്? ഇൻഡോർ സബ്സ്റ്റേഷനിലാണ്. അവിടെയാണ് ഇത് ഈ സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റ് സബ്സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ് ടു ഇതുവരെയാണ് 11 kV. ആ ഒരു റേഞ്ചിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ എന്ന് അറിഞ്ഞു വയ്ക്കുക. Question number 8. Outdoor substations requiring dash space. Outdoor substationൻ്റെ സ്പേസ് എങ്ങനെയാണ്? ലെസ് ആണോ, മോർ ആണോ, മീഡിയം ആണോ, എനി ഓഫ് ദി എബോ? ഏതാണ് ഒരു ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ റിക്വയറിങ് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് ഔട്ട്ഡോർ സബ്സ്റ്റേഷന് നിറയെ സ്പേസ് വേണം അല്ലേ. അതായത് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ റിക്വയേഴ്സ് മോർ സ്പേസ് അപ് ടു കമ്പയർ ടു എന്താണ് ഇൻഡോറിന് അടിക്കുമ്പോൾ നമുക്കറിയാം ബിൽഡിങ്ങിനകത്ത് മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ. അതുകൂടാതെ
എന്താണ് കോസ്റ്റ് വന്നിട്ട് എന്താണ് ഔട്ട്ഡോറിന് ഹയർ ആണ് ഇൻഡോറിനെ കമ്പയർ ചെയ്യുമ്പോൾ, കാരണം ഇതിൽ കുറേ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട്. പിന്നെന്താണ് ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ ഏത് വോൾട്ടേജ് ലെവലിലാണ്? ബിറ്റ്വീൻ 55 kV to 765 kV ആണ്. ദേ ആർ യൂഷ്വലി മൗണ്ടഡ് അപ് ടു 11 kV ബട്ട് ക്യാൻ ബി ഇറക്റ്റഡ് അപ് ടു ഏത് വരെയാണ്? 66 kV ഇൻ കണ്ടാമിനേറ്റഡ് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ്റെ 2 കോമൺ ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അതേതാണ്? പോൾ മൗണ്ടഡും അതുപോലെ തന്നെ എന്താണ് ഫൗണ്ടേഷൻ മൗണ്ടഡും ആണ്. എച്ച് ടൈപ്പ് അതുപോലെ 4 പോൾ വെച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോൾ മൗണ്ടഡ് വെക്കുന്നത്. പോൾ മൗണ്ടഡ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ 2 മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പോൾ മൗണ്ടഡും അതുപോലെ തന്നെ എന്താണ് ഫൗണ്ടേഷൻ മൗണ്ടഡും ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് സ്പേസ് എന്താണ് കൂടുതൽ ആവശ്യമാണ്. Question number 9. Underground substation are generally located in. എവിടെയാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ thickly populated area, ഓപ്ഷൻ ബി വില്ലേജസ്, ഓപ്ഷൻ സി സിറ്റീസ്, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോ. എവിടെയാണത്? തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയാസിലാണ് അല്ലേ കൂടുതൽ. അതായത് അവിടെ എന്താണ് സ്പേസ് അവൈലബിൾ ഫോർ എക്യുപ്മെൻറ്റ് ആൻഡ് ബിൽഡിംഗ് ഈസ് ലിമിറ്റഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് ഈസ് ഹൈ എന്ന ആ പ്ലേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻസ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ സച്ച് സിറ്റുവേഷൻ സബ്സ്റ്റേഷൻ ഈസ് ക്രിയേറ്റഡ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്താണ് ഈ അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷന് എന്താണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അത് എവിടെയാണ്? തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയാസിലാണ്. എവിടെയാണത് ഇപ്പോൾ സ്പേസ് ചെയ്തിട്ടുള്ളത്? തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയാസിലാണെന്ന് ഓർത്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആണ് കേട്ടോ. അതായത് കറക്റ്റ് ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? പവർ ഫാക്ടർ കറക്ഷൻ സബ്സ്റ്റേഷൻ ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻ ആർ ജനറലി ലൊക്കേറ്റഡ് ഇൻ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ. അത് കറക്റ്റാണ്, നമുക്കറിയാം അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കുറിച്ച് മാത്രമേ നമുക്കൊരു ഡൗട്ട് വരുന്നുള്ളൂ അല്ലേ. അതായത് പവർ ഫാക്ടർ കറക്ഷൻ സബ്സ്റ്റേഷൻ ജനറലി ലൊക്കേറ്റഡ് അറ്റ് റിസീവിംഗ് എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ എന്താണ് ഒരു പവർ ഫാക്ടർ കറക്ഷൻ സബ്സ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സബ്സ്റ്റേഷൻ അല്ലേ എന്താണ് ഇംപ്രൂവ് ദ പവർ ഫാക്ടർ ഓഫ് ദ സിസ്റ്റത്തിനെയാണ് പവർ ഫാക്ടർ കറക്ഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? റിസീവിംഗ് എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റിസീവിംഗ് എൻഡിൽ തന്നെയാണ് ഈ പവർ ഫാക്ടർ കറക്ഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. സോ അതെന്താണ്? കറക്റ്റാണ് അല്ലേ. നമ്മൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഈ പവർ ഫാക്ടർ കറക്ഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഏതൊക്കെയാണ് നമുക്കറിയാം. അതായത് ഒന്നുമില്ലെങ്കിൽ സിങ്ക്രണസ് കണ്ടൻസറോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക് ഒക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യാറുള്ളത്. അറിയാലോ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്യുപ്മെൻറ്റ് അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ പവർ ഫാക്ടർ കറക്ഷൻ സബ്സ്റ്റേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ തന്നെയാണ്? റിസീവിംഗ് എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈനാണ്. എവിടെയാണ്? റിസീവിംഗ് എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈനാണ്. അതുകൊണ്ട് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തന്നെയാണ്? ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ തന്നെയാണ്. രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. Question number 11. With which of the following are step-up substation located? എവിടെയാണ് ഈ step-up substation locate ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ concentrated load, ഓപ്ഷൻ ബി consumers location, ഓപ്ഷൻ സി distributors, ഓപ്ഷൻ ഡി generating station. എവിടെയാണത്? generating stationലാണ്. അപ്പോൾ step-up substation are associated എന്തുമായിട്ട് associated ഉള്ളതാണ് ഓർത്ത് വെക്കണം. അതേതാണ്? generating stationുമായിട്ട് associate ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ വോൾട്ടേജിനെ സ്റ്റെപ്പപ്പും സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യാനാണ്. അതായത് സ്റ്റെപ്പപ്പ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? വോൾട്ടേജ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. പവർ ജനറേറ്റ് ചെയ്ത ആ വോൾട്ടേജിൻ്റെ ലെവൽ കൂട്ടാനാണ്. അപ്പോൾ പവർ പ്ലാന്റിന് എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ആണ്. അതാണ് സ്റ്റെപ്പപ്പ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓർത്തല്ലോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? അത് ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ് അത് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ ഏതൊക്കെ ടൈപ്പ് എങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയത്? ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ സബ്സ്റ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്റ്റേഷൻ്റെ വോൾട്ടേജ് റേഞ്ച് നമ്മൾ നോക്കി വെക്കണം. അത് ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസസ് എവിടേക്കാണെന്ന് ഓർത്ത് വെക്കണം. കാരണം അതിൽ നിന്നൊക്കെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.